രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി ഈ മാസം 17 പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, 22 വരെയാണ് രാഹുൽ റിമാൻഡിൽ കിടക്കേണ്ടി വരുന്നത്. ഹർജി പരിഗണിക്കുന്നത് 17-ാം തീയതി. വിശദാംശങ്ങൾ. അക്ഷയ, അക്രമക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി 17-നാണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും രാഹുൽ മുന്നോട്ട് വെക്കുന്നത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരത്തെ പ്രമുഖമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തന്റെ വിദഗ്ധമായ വൈദ്യപരിശോധന 1 മണിക്കൂർ കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാക്കിയതിനെയാണ് രാഹുൽ ഈ ജാമ്യഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കി അസുഖങ്ങളൊന്നുമില്ല എന്ന സർട്ടിഫിക്കറ്റ് പോലീസ് സമ്പാദിച്ചത് സ്വാധീനം ഉപയോഗിച്ചാണെന്ന് ഈ ജാമ്യഹർജിയിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പോലീസ് സമർപ്പിച്ച വൈദ്യപരിശോധന റിപ്പോർട്ട് വിശ്വസിച്ച കീഴ്ക്കോടതിയുടെ നടപടിയെയും ഈ ജാമ്യഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. വിശദമായ പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ ജാമ്യഹർജിയിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ മാസം 17-ന്, അതായത് ബുധനാഴ്ച, ജാമ്യഹർജി വീണ്ടും പരിഗണിക്കും. അക്ഷയ.